കാടും മലയും തോടും ഒക്കെ താണ്ടിയിട്ടുള്ളൊരു യാത്രയാണ് കേട്ടോ. ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിരുന്നു. കാശ്മീരിലേക്കുള്ളൊരു യാത്രയാണ്. അപ്പോൾ നമ്മൾ കൊങ്കൺ വഴിയാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഹാരാഷ്ട്രയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൊങ്കണിനെ കുറിച്ചൊന്ന് പറയേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനാണ് ആനക്കാമ്പോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മിക്കാൻ പോകുന്നത്. അതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം പറയാൻ കാരണം, ഞാൻ 22 വർഷങ്ങൾ മുന്നാണ് ഈ ഒരു തുരങ്കപാതയിലൂടെ കടന്നു പോയിട്ടുള്ളത്. അന്ന് എൻ്റെ ചെറുപ്പകാലമാണ്. ഡൽഹിയിലേക്ക് പോകുന്നത്. അന്ന് ദുബായിലേക്ക് പോകാൻ വേണ്ടിയിട്ട് SSLC ബുക്ക് അറ്റസ്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഹിന്ദി ഒന്നും അറിയാത്ത കാലത്തേക്ക് ഒരു യാത്ര ചെയ്തിരുന്നത്. അതിനുശേഷം ഇതുവരെ പോകാൻ പറ്റിയില്ല. ഇപ്പോൾ ഞാൻ വ്ളോഗിംഗ് ഒക്കെ തുടങ്ങിയ സാഹചര്യം കൊണ്ട് തന്നെ പറയാണ്, കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ 1990 ഈ ഒരു റെയിൽവേ പാത ഉദ്ഘാടനം ചെയ്തത്. മംഗലാപുരം, ഗോവ, മുംബൈ ഇവിടേക്ക് എളുപ്പമാർഗത്തിലെത്താനുള്ളൊരു പാതയാണിത്. ഈ ഒരു പാതയിൽ 91ഓളം തുരങ്കപാതകളുണ്ട്. അതുപോലെ തന്നെ 1856 ഏറ്റവും പാലങ്ങളുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു പദ്ധതി ചെയ്ത് പരിചയമുള്ള കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനാണ് നമ്മുടെ തുരങ്കപാത കൂടി ചെയ്യാൻ പോകുന്നത്. ഇതിലിപ്പം 91 തുരങ്കപാതകളാണുള്ളത്. അതിൽ ഏറ്റവും വലുത് 6.5 കിലോമീറ്ററാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുപോലുള്ള നിരവധി തുരങ്കപാതകളിലൂടെയാണ് ഇപ്പോൾ ഞാൻ കടന്നു പോകുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ഒരു തുരങ്കപാതയെക്കുറിച്ച് ഒരുപാട് അഭിപ്രായങ്ങളുണ്ടായിരുന്നു, നമ്മുടെ പ്രകൃതി സ്നേഹികളുടെയൊക്കെ. അപ്പോൾ ഇതും നല്ല മല ചെരുവുകളും നല്ല പ്രകൃതി മനോഹരമായ സ്ഥലങ്ങളിലൂടെയാണ് അന്നത്തെ കാലത്ത് തന്നെ ഇങ്ങനെ ഒരു തുരങ്കപാതകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇതൊക്കെ നമ്മുടെ ജനങ്ങളുടെ യാത്രാ സൗകര്യങ്ങൾക്ക്, ജനങ്ങളുടെ സൗകര്യങ്ങൾക്കൊക്കെ തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ പ്രകൃതിക്ക് എന്ത് പ്രശ്നങ്ങളാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 1990 ഉദ്ഘാടനം തറക്കല്ലിട്ട് 1997 ആദ്യത്തെ ചരക്ക് ട്രെയിൻ ഓടിത്തുടങ്ങുകയും 1998 ആദ്യത്തെ യാത്രാ ട്രെയിൻ ഓടിത്തുടങ്ങിയ അന്നത്തെ പ്രധാനമന്ത്രിയായ വാജ്പേയി ഉദ്ഘാടനം ചെയ്തതാണ് എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെയുള്ളൊരു റെയിൽവേ പാതയിലൂടെ കടന്നു പോകുമ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയേണ്ട ആവശ്യമുണ്ടല്ലോ. ഈ പോകുന്ന വഴികളൊക്കെ എന്നുണ്ടെങ്കിൽ മനോഹരമായ കാഴ്ചകൾ തന്നെയാണ്. നമ്മളിപ്പോൾ കാശ്മീരിലേക്കാണ് പോകുന്നതെങ്കിലും കാശ്മീരിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ താജ്മഹൽ കാണും. ആഗ്ര എത്തുന്നതിന് മുമ്പ് നമ്മൾ ആഗ്ര വരെ ഈ ട്രെയിനിൽ കിടന്നുറങ്ങുകയാണെങ്കിൽ ഈ കാഴ്ചകളൊന്നും തന്നെ കാണാൻ പറ്റില്ല. ഞാൻ ഈ യാത്ര ചെയ്യുന്നവരോട് പ്രത്യേകിച്ച് പറയാം, ഈ കാഴ്ച നമുക്ക് ഫ്ലൈറ്റിൽ പോയാൽ കാണാൻ പറ്റില്ല. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഈ ദില്ലിയിലേക്കുള്ള യാത്ര ട്രെയിനിലേക്കൊക്കെ ആക്കുക. അത് ബുദ്ധിമുട്ടാണെങ്കിൽ ഇതുപോലെ തന്നെ സെക്കൻഡ് AC-യിലോ തേർഡ് AC-യിലോ ഒക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരുപാട് എനിക്ക് തോന്നുന്നു ഒന്നുകൂടി ഒരു സേഫാണ്. അതുപോലെ തന്നെ യാത്ര ചെയ്യാനൊരു സുഖമാണ് കേട്ടോ. അന്ന് ഞാൻ യാത്ര ചെയ്തതിന് സ്ലീപ്പറിലാണ്. അപ്പം സ്ലീപ്പറിലാകുമ്പോൾ നമുക്ക് പുറത്തുള്ള സൗണ്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ ഉറങ്ങാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇതെന്തായാലും പറഞ്ഞാൽ ഇതുവരെ ഒരു ബോർ ഞങ്ങൾക്ക് ആർക്കും കുട്ടികൾക്ക് ആർക്കും തന്നെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ കൊങ്കൺ റെയിൽവേൻ്റെ ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ഈ വീഡിയോ നിങ്ങളെ മുൻപിൽ കാണിക്കുകയാണ്. അപ്പോൾ ഈ ഒരു യാത്ര നിങ്ങൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു ട്രെയിനിൽ ഒരു പ്രാവശ്യമെങ്കിലും യാത്ര ചെയ്യുക. കൊങ്കൺ റെയിലൂടെയൊക്കെ ഒന്ന് പാസ് ചെയ്ത് നമ്മുടെ പ്രകൃതി മനോഹരമായ ഇന്ത്യയെ ഒന്ന് കണ്ട് ആസ്വദിക്കുക. ഇനി ബാക്കി മറ്റു നല്ലൊരു വീഡിയോയുമായി കാണാം.